24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPIM സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കാൻ പോവുകയാണ്. കൊല്ലം നഗരത്തെ ചുവപ്പണിയിച്ചുള്ള ബഹുജന റാലി ആശ്രാമം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തും. 4 മണിയോടുകൂടിയാണ് പൊതുസമ്മേളനം നടക്കുക. അരുൺരാജ് വിവരങ്ങളുമായി പൊതുസമ്മേളന വേദിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺരാജ്, സമ്മേളനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കൊല്ലം നഗരം ചെങ്കടലായി മാറാൻ പോകുന്നു. പൊതുസമ്മേളനം, ബഹുജന റാലികൾ, വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റീജിത്ത്, തീർച്ചയായും സമ്മേളനം അതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി ഏവരും ഉറ്റുനോക്കുന്നത് പൊതുസമ്മേളനമാണ്. ആ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പാർട്ടി നിലപാടായി പ്രവർത്തകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത്, സംഘടന ഏത് രീതിയിൽ മാറുന്നു എന്ന കാര്യത്തിലടക്കം മുഖ്യമന്ത്രിയുടെയും ജനറൽ സെക്രട്ടറിയുടെയും നിലപാടുകളടക്കം ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന്, കാസർഗോഡ് മുതൽ വിവിധയിടങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുട്ടികളുമായി അടക്കം ഇവിടേക്ക് എത്തുന്നവരുണ്ട്. എവിടുന്നാ ചേട്ടാ, എവിടുന്നാ വരുന്നത്? രാവിലെ ഇറങ്ങിയതാ. പ്രതിനിധികളല്ല എല്ലാ സമ്മേളനത്തിലും എത്തും. ഓക്കെ, ഞങ്ങള് എല്ലാ സമ്മേളനത്തിലും എത്തും. ഇറങ്ങി വന്നാണ് രാവിലെ 5 മണിക്ക് ജില്ലാ സമ്മേളനത്തിൽ. ഓക്കെ, എവിടുന്നാണ്? എന്റെ പേര് ഞങ്ങൾ ഇടുക്കിന്ന് കാലത്ത് 6 മണിക്ക് ഇറങ്ങിയാണ്. ഈ പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. ഞങ്ങള് ഭയങ്കര CPM-കാരാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്ന കാഴ്ച, അത് ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും അവഗണിച്ചാണ്. കൊല്ലം ആശ്രമ മൈതാനത്ത് നിലവിൽ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതെല്ലാം അവഗണിച്ച് അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. 3:30-നാണ് CPM-ന്റെ ഈ റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കുന്നത്. 2 ഇടങ്ങളിൽ നിന്നാണ് ഈ മാർച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആ 2 ഇടത്തെയും മാർച്ച് ആശ്രമ മൈതാനത്ത് എത്തും. അതിനെ ഈ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഓപ്പൺ ജീപ്പിൽ, അത് തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി, അതുപോലെ തന്നെ പാർട്ടിയുടെ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എന്നിവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ വേദിയിലേക്ക് എത്തുക. ഇവിടെ വെച്ച് ഈ 5:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അവിടെ വെച്ച് പാർട്ടിയുടെ പുതിയ നയം, പുതിയ രൂപരേഖ എന്നീ കാര്യങ്ങളിലടക്കം കൃത്യമായ ഊന്നൽ നൽകും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ക്യാമറാമാൻ അരുൺ, ആ ദൃശ്യങ്ങൾ കൂടി, വലിയ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 7 ACP-മാർ, 560 പോലീസ് ഉദ്യോഗസ്ഥർ, 19 വരുന്ന CI-മാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇത് ഒരുക്കി കഴിഞ്ഞു. എന്തായാലും സുരക്ഷാ ക്രമീകരണം അടക്കം അവസാനഘട്ട പരിശോധനയിലാണ്. 2 ലക്ഷത്തിലധികം വരുന്ന പ്രവർത്തകരെയാണ് ഇവിടേക്ക് CPM പ്രതീക്ഷിക്കുന്നത്. അത് കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രം 2 ലക്ഷത്തിലധികം വരുന്ന CPM പ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്നാണ് CPM അവകാശപ്പെടുകയും ചെയ്യുന്നത്. മറ്റു ജില്ലകളിൽ നിന്ന് 5000-ത്തിലധികവും ആൾക്കാരെയാണ് CPM-ന്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ മഹാസമ്മേളനം ഒരു ബഹുജന സമ്മേളനമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൊല്ലം നഗരം അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രവർത്തകരുടെ ഒഴുക്ക്, കുട്ടികളടക്കമുള്ള ഈ CPM-നെ സ്നേഹിക്കുന്ന പ്രവർത്തകരെ അടക്കം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും 3:30-ന് ആശ്രമ മൈതാനം നിറഞ്ഞു കവിയും. ശരി, അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് വൈകിട്ട് കൊടിയിറങ്ങുകയാണ്. കൊല്ലം നഗരത്തിലേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം നഗരത്തെ ചുവപ്പണിയിച്ചുള്ള ബഹുജന റാലി ആശ്രാമ മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തും. അവിടെ സമ്മേളന വേദി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അരുൺരാജ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.